കണ്ണട മതിയോ അതോ കോൺടാക്ട് ലെൻസിലേക്ക് സ്വിച്ച് ചെയ്യണോ? സ്റ്റിൽ കൺഫ്യൂസ്ഡ്? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ആദ്യം ലെൻസ് വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് കോൺടാക്ട് ലെൻസ് വെക്കാൻ പറ്റുന്ന പവർ ആണോ എന്നുള്ള കാര്യം ആദ്യം ചെക്ക് ചെയ്യുക. ഫോർ പാസ്റ്റ് 15 years കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. പേഴ്സണലി എനിക്ക് സ്പെക്സ് നിന്ന് മാറിയപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നെയായിരുന്നു. പിന്നെ ഒരു 10 yearsലേക്ക് ഞാൻ കളർ ലെൻസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് വെക്കുമ്പോഴേ നമ്മുടെ ഫേസ് നല്ലൊരു ചേഞ്ച് വരും. ഇറ്റ് മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. കെയർ എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻലി ക്ലെൻലിനെസ്. കോൺടാക്ട് ലെൻസ് എടുക്കുമ്പോഴും വെക്കുമ്പോഴും കൈ നല്ല വൃത്തിയായി കഴുകുക, കേസ് വൃത്തിയായി സൂക്ഷിക്കുക, ഡെയിലി സൊല്യൂഷൻ ചേഞ്ച് ചെയ്യുക. ബയോട്രൂവിൻ്റെ ഈ സൊല്യൂഷൻ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് ബോഷ് ആൻഡ് ലോമ്പിൻ്റെ തന്നെയാണ്. വീക്ക്ലി, മന്ത്ലി, ഇയർലി അങ്ങനെ പല ടൈം പീരീഡിലേക്ക് നമുക്ക് കോൺടാക്ട് ലെൻസ് അവൈലബിൾ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബ്രാൻഡഡ് ലെൻസ് മാത്രം ഉപയോഗിക്കുക. കണ്ണല്ലേ. ഞാൻ ബോഷ് ആൻഡ് ലോമ്പിൻ്റെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ബ്രൈഡ്സിനൊക്കെ സിംഗിൾ ഡേയിലേക്കുള്ള ലെൻസ് അവൈലബിൾ ആണ്. ലെൻസ് ഇങ്ങനെ കയ്യിലെടുക്കുക, കണ്ണിൻ്റെ വൈറ്റ് പോർഷനിൽ വെച്ചിട്ട് കൃഷ്ണമണി അങ്ങോട്ട് നീക്കി കൊടുക്കുക. ഇറ്റ്സ് ഡൺ. പിന്നെ ഏതൊരു കാര്യം പുതുതായി ചെയ്യുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ. ഒരു എക്സ്പേർട്ടിന് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കൃഷ്ണമണിയുടെ മേലെ തന്നെ കൊണ്ടുവയ്ക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കണ്ണിന് ചെറിയൊരു റെഡ്നെസ് തോന്നിയാൽ പോലും അപ്പം തന്നെ റിമൂവ് ചെയ്യുക. 10 hours മേലെ യൂസ് ചെയ്യാതിരിക്കുക. ഒരുപാട് നേരം ലെൻസ് വെച്ച് ഉറങ്ങാതിരിക്കുക. ലെൻസിലേക്ക് മാറാൻ ഡബിൾ മൈൻഡായി നിൽക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്തോളൂ കേട്ടോ.